ഇപ്പൊ ലാസ്റ്റ് ഇയർ സെൽപോയിന്റ് ഡിജിറ്റൽ ഓണം എന്ന് പറഞ്ഞ നമ്മൾ സെയിൽ നടത്തി. അപ്പൊ അതിലാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനെ കുറെ അധികം സാധനങ്ങൾ 10ൽ പുറം സമ്മാനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ബാക്കിയുള്ള വലിയ വലിയ മൊബൈലുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഷോപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ അവർ പോലും കൊടുക്കുന്നില്ല. നമ്മളധികം ഷോപ്സ് ഒന്നും ഇല്ലാത്ത ഇരിക്കുന്നിട്ട് പോലും ഈ അടൂർ എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത് നിന്നിട്ട് പോലും ഇത്രയും ഗിഫ്റ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സീസൺ 2 കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് വരാൻ ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യം എന്താണ്? ആസിഫ, ഈ ഓഫർ ആദ്യമായി അടൂരിൽ കൊണ്ടുവന്നത് സെൽ പോയിന്റ് ആണ്. കഴിഞ്ഞ ഓണക്കാലത്ത് നമ്മുടെ ഷോപ്പിൽ നിന്ന് വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഓഫർ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് എല്ലാ കസ്റ്റമേഴ്സിനും അറിയാവുന്നതുമാണ്. ഇത് വലിയൊരു റിസ്ക് ഉള്ള കാര്യമാണ്. കാര്യം എല്ലാ കസ്റ്റമറിനും നമ്മൾ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. എന്നാൽ തന്നെ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായി. ഇങ്ങനെ ഈ ഒരു ഓഫർ സെൽ പോയിന്റ് കൊടുക്കാനുള്ള കാരണം മലയാളികളുടെ എല്ലാം ഒരു ഉത്സവമാണല്ലോ ഈ ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ ബോണസ് കിട്ടും, ഇല്ലെങ്കിൽ ഡബിൾ സാലറി ഉണ്ട്, ഇല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൂടുതൽ, എല്ലാ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ നല്ല ഓഫർ കാര്യങ്ങളുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് അവർ സ്വാഭാവികമായിട്ടും നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവർക്ക് വേണ്ട എല്ലാ കസ്റ്റമറെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള എല്ലാ ഓഫർ മാക്സിമം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഒരു ഓഫർ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ചിന്താഗതി കൂടുതൽ സെയിൽ ചെയ്യുക, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു ചിന്താഗതിയാണ് എല്ലാ ബിസിനസ്സുകാർക്കും ഉള്ളത്. എല്ലാ സെയിൽസിൽ നിൽക്കുന്നവർക്കും ആ ചിന്താഗതിയാണുള്ളത്. പക്ഷെ ഞാൻ ആ സമയത്ത് വേറിട്ട രീതിയിലാണ് ചിന്തിച്ചത്. എനിക്ക് ആ ഒരു മാസം പ്രോഫിറ്റ് വേണ്ട.